friends, welcome to Easy Maths. ഞാൻ ഗ്രീഷ്മ. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്ന ചാപ്റ്ററിലെ സ്ഫിയറിന്റെ സെക്ഷൻ ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ എക്സസൈസിലെ ഇനി മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. അത് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം. 7th question. The diameter of the moon is approximately 1/4 of the diameter of the earth. Find the ratio of their surface areas. എന്താ പറയുന്നത്? മൂണിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എർത്തിന്റെ ഡയമീറ്ററിന്റെ 1/4 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയാസ്, അവരുടെ സർഫസ് ഏരിയസിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം നമ്മള് എന്ത് കണ്ടുപിടിക്കണം? സർഫസ് ഏരിയകൾ കണ്ടുപിടിച്ചിട്ട് വേണം അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പോവാം അല്ലെ? എന്താ ആദ്യം നോക്ക്. ലെറ്റ് ദ ഡയമീറ്റർ of the earth be d. അതായത് എർത്തിന്റെ ഡയമീറ്റർ d എന്ന് ഞാൻ എടുത്തു. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി മൂൺ, മൂണിന്റെ ഡയമീറ്റർ എന്തായിട്ട് വരും? അതായത് എർത്തിന്റെ ഡയമീറ്റർ d എന്ന് എടുത്തു. മൂണിന്റെ ഡയമീറ്റർ എന്താണ്? The diameter of the moon is approximately 1/4 of the diameter of the earth. അതായത് diameter of earth ന്റെ 1/4 ആണ് എന്ത്? diameter of the moon. അപ്പൊ 1/4 into d അല്ലേ? അതായത് d എന്ന് പറയുന്നത് diameter of earth ആണ്. എർത്തിന്റെ ഡയമീറ്ററിന്റെ 1/4 പാർട്ട് ആണ് എന്ത് വരുന്നത്? മൂണിന്റെ ഡയമീറ്റർ വരുന്നത്. ഇതിനപ്പോ നമുക്ക് 1 into d/4 അങ്ങനെ എഴുതി കൂടെ. അപ്പൊ എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയാസ്. അതായത് അവരുടെ സർഫസ്, മൂണിന്റെയും എർത്തിന്റെയും സർഫസ് ഏരിയാസിന്റെ റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എങ്ങനെ റേഷ്യോ ആണ്? റേഷ്യോ ഈക്വൽ ടു സർഫസ് ഏരിയ. നിങ്ങൾ എഴുതുമ്പോ ഫുൾ ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. സർഫസ് ഏരിയ ഓഫ് എർത്ത് ബൈ സർഫസ് ഏരിയ ഓഫ് മൂൺ. ക്ലിയർ അല്ലേ? നോക്ക്, ഇനി എർത്ത് അതുപോലെ മൂൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു സ്ഫിയർ ആണ് അല്ലെ? സ്ഫെറിക്കൽ ഷേപ്പ് അല്ലേ? അപ്പൊ സ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? 4πr² ആണ് എന്ത്? സ്ഫിയറിന്റെ സർഫസ് ഏരിയ. അതായത് സർഫസ് ഏരിയ ഓഫ് a sphere equal to 4πr² ആണല്ലോ. അങ്ങനെയെങ്കിൽ സർഫസ് ഏരിയ ഓഫ് എർത്ത് 4π. ഇനി എർത്തിന്റെ റേഡിയസ് എന്താണ്? എർത്തിന്റെ ഡയമീറ്റർ നമുക്ക് d എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? എർത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ d/2 ആയിരിക്കും അല്ലെ? അല്ലെ? ഡയമീറ്ററിന്റെ ഹാഫ് ആണ് എന്ത്? റേഡിയസ്. അപ്പോ അത് എടുത്തു കൊടുക്കുക. 4π into d/2 all square അല്ലെ? 4πr², 4π into d/2 all square. ഈ d/2 എങ്ങനെയാ വന്നതെന്ന് അറിയില്ലേ? അതായത് എർത്തിന്റെ ഡയമീറ്റർ d എന്ന് എടുത്തു. അതിന്റെ റേഡിയസ് അപ്പൊ എന്തായിരിക്കും? ഡയമീറ്ററിന്റെ ഹാഫ് ആണ് എന്ത്? റേഡിയസ്. അതായത് d/2 all square. ക്ലിയർ അല്ലേ? അടുത്തത് മൂന്നാണ്. 4πr² തന്നെയാണ് വരിക. എന്തും മൂണിന്റെ സർഫസ് ഏരിയയും. കാരണം എന്താണ്? മൂണും സ്ഫെറിക്കൽ ഷേപ്പ് തന്നെയാണ്. സ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4πr². ഇനി മൂണിന്റെ ഡയമീറ്റർ എന്തെന്നാ തന്നിരിക്കുന്നത്? d/4 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് എന്ന് പറഞ്ഞാൽ d/4/2 അല്ലെ? d/4/2. അതായത് d/4/2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2/1 ഉണ്ടെന്നല്ലേ അർത്ഥം അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിരിക്കുന്നത് d/4 into ഇവിടെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് തിരിഞ്ഞു വരും. 2/1 ഉള്ളത് 1/2 വരും. അതായത് d into 1 d, 4 into 2 8. d/8 ആണ് എന്ത് വരിക? നമ്മുടെ മൂണിന്റെ റേഡിയസ് വരിക. എർത്തിന്റെ റേഡിയസ് എന്തായിരുന്നു? d/2 ആണ്.
ക്ലിയർ അല്ലേ? അപ്പൊ d/8 കൊടുക്കുക. d/8 ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി 4π ക്യാൻസൽ ചെയ്ത് പോയില്ലേ? then d/2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? d സ്ക്വയർ ബൈ 2 ന്റെ സ്ക്വയർ ആണ് എന്ത്? 4 ബൈ d സ്ക്വയർ ബൈ 8 ന്റെ സ്ക്വയർ എന്താണ്? 64. ഇനി നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? അതായത് ഡിവൈഡ് ചെയ്തിട്ട് വരുന്നത് എന്താണ്? റെസിപ്രോക്കൽ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് d സ്ക്വയർ ബൈ 4 ഇൻറ്റു 64 ബൈ d സ്ക്വയർ. അപ്പൊ d സ്ക്വയറും d സ്ക്വയറും ക്യാൻസൽ ആയി. 464 എത്ര വട്ടം പോവും? 6 1 ടൈം പോവും. 24 6. ഓക്കെ, 16. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് വരുന്നത്? 16 ബൈ 1 അല്ലേ? അപ്പൊ റേഷ്യോ ആയിട്ട് വരുമ്പോ എന്താ വരിക? 16:1. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എർത്തിന്റെ ഡയമീറ്റർ, അതായത് മൂണിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എർത്തിന്റെ ഡയമീറ്ററിന്റെ 1/4 പാർട്ടാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയ, അതായത് എർത്തിന്റെയും മൂണിന്റെയും സർഫസ് ഏരിയയുടെ റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു? എർത്തിന്റെ ഡയമീറ്റർ d ആയിട്ട് എടുത്തു. അങ്ങനെയെങ്കിൽ മൂണിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? എർത്തിന്റെ ഡയമീറ്ററിന്റെ 1/4 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ d/4 ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി എർത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് ഡയമീറ്റർ ആണ് d, അതിന്റെ ഹാഫ് ആണ് എന്ത്? റേഡിയസ് അല്ലെ? അപ്പൊ d/2 ആയിട്ട് വന്നു. അതുപോലെ മൂണിന്റെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിച്ചേ? നമുക്ക് ഡയമീറ്റർ d/4 എന്നാണ് കിട്ടിയത്. അതിന്റെ ഹാഫ് എടുക്കണം. അതായത് d/4ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്താ? d/4/2 എന്ന് വരും. /2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ 2/1 ഉണ്ട് അല്ലെ? ഇതെങ്ങനെ നമ്മൾ ചെയ്യാ? ഈ ബൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ ഒരു ടേമിനെ റെസിപ്രോക്കൽ ചെയ്യാം, അതായത് തിരിച്ചിടാം. 1/2 ചെയ്തിട്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ എന്ത് വന്നു? d × 1 d എന്ന് പറഞ്ഞു. 4 × 2 8 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് എർത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ d/2 എന്നും കിട്ടി, മൂണിന്റെ റേഡിയസ് d/8 എന്നും കിട്ടി. ക്ലിയർ അല്ലേ? ഈ സർഫസ് ഏരിയയുടെ റേഷ്യോ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സർഫസ് ഏരിയ ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഓഫ് മൂൺ. നമുക്കറിയാം എർത്തും അതുപോലെ മൂണും ഒക്കെ എന്താണ്? സ്ഫിയറിന്റെ ഷേപ്പ് ആണ്. സ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? 4πr². ആ ഇക്വേഷനിൽ നമ്മുടെ ഈ റേഡിയസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 4π ഇൻറ്റു എർത്തിന്റെ റേഡിയസ് d/2 എന്നറിയാം, d/2 ഹോൾ സ്ക്വയർ ബൈ 4π ഇൻറ്റു മൂണിന്റെ റേഡിയസ് d/8 എന്ന് വേണ്ടിയിട്ട് ഹോൾ സ്ക്വയർ ചെയ്തു. 4πയും 4πയും ക്യാൻസൽ ചെയ്ത് പോയി. Then ഇത് നമ്മൾ സ്ക്വയർ ചെയ്തെടുത്തു. d യുടെ സ്ക്വയർ d സ്ക്വയർ, 2 ന്റെ സ്ക്വയർ 4, ഇവിടെ d ന്റെ സ്ക്വയർ d സ്ക്വയർ, 8 ന്റെ സ്ക്വയർ 64. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ വീണ്ടും ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെ വരുമ്പോ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ റെസിപ്രോക്കൽ എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു, ഡിവിഷൻ ചെയ്തു. അപ്പൊ 16/1 കിട്ടി. അപ്പൊ നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതുമ്പോ 16:1 വന്നു. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? 8th question. A hemispherical bowl is made of steel 0.25 cm thick. The inner radius of the bowl is 5 cm. Find the outer curved surface area of the bowl. Okay? എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് ആണ് കേട്ടോ. സ്ഫിയറിന്റെ ഷേപ്പ് അല്ല, ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫെറിക്കൽ ബൗൾ ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ 0.25 cm thick. 0.25 cm thick ആണ് കേട്ടോ. 0.25 cm thickness ഉണ്ട്. The inner radius of the bowl is 5 cm and the outer curved surface area of the bowl. Find the outer surface area of the bowl. Okay. ഇതെന്താണ്? ഒരു ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു ബൗൾ ആണ്. അതിന്റെ ഇന്നർ റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം അല്ലെ? ഇന്നർ റേഡിയസ് എത്രയാണ് തന്നിട്ടുണ്ട്? 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്നർ റേഡിയസ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ നോക്കി ഇവിടെ 0.25 സെന്റിമീറ്റർ തിക്നെസ് ഉണ്ട്.
അങ്ങനെ ഒരു 0.25 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ബൗളിന്റെ റേഡിയസ് ഔട്ടർ റേഡിയസും ഇന്നർ റേഡിയസും വ്യത്യാസമായിരിക്കും അല്ലെ. അതുപോലെ തന്നെ സർഫസ് ഏരിയയും എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. അതായത് ഇന്നർ ഭാഗത്തുള്ള സർഫസ് ഏരിയയും ഔട്ടർ ഭാഗത്തുള്ള സർഫസ് ഏരിയയും എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇന്നർ റേഡിയസ് അവർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഔട്ടർ കർവ്ഡ് സർഫസ് ഏരിയ ആണ് അവര് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം നോക്കാം. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ നമുക്കറിയാം. കർവ്ഡ് സർഫസ് ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്, 2πr². ക്ലിയർ അല്ലേ? ഇനി ഔട്ടർ റേഡിയസ് ഇവര് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഔട്ടർ കർവ്ഡ് സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അവർ തന്നിട്ടുള്ളതോ ഇന്നർ റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞത് ഇതുവരെയുള്ള സെക്ഷൻ ആണ് കേട്ടോ. ഈ ഒരു ഭാഗം വരെയുള്ള റേഡിയസ് ആണ് ഇന്നർ റേഡിയസ്. നമുക്ക് വേണ്ടത് എന്താണ്, ഔട്ടർ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഔട്ടർ റേഡിയസ് വേണം. ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് ടോട്ടല്. അതായത് ഈ 5 സെന്റിമീറ്റർ ആയിട്ടുള്ള ഇന്നർ റേഡിയസും ഇവിടുത്തെ 0.25 തിക്നെസ്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഔട്ടർ റേഡിയസ് ആയില്ലേ. അതായത് ഈ ഒരു മുകളിലെ പാർട്ട് മാത്രം വരച്ച് കാണിക്കണേ. ഇത്രയാണ് റേഡിയസ്, ഇന്നർ റേഡിയസ്. നമ്മുടെ ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് അല്ലേ. ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിരിക്കുമല്ലോ. അതായത് ഈ ഇന്നർ റേഡിയസിന്റെ 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും, ഇവിടുത്തെ 0.25 കൂടെ ചേർത്ത് കഴിഞ്ഞാലല്ലേ ഔട്ടർ റേഡിയസ് ആവാം. ക്ലിയർ ആയോ? അപ്പൊ ഔട്ടർ റേഡിയസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 5 + 0.25. 5 + 0.25 എന്താ, 5 നമ്മള് പോയിന്റ് എടുത്ത് കാരണം പോയിന്റ് ഇട്ട് 2 സീറോ കൊടുക്കണം അല്ലെ, പ്ലസ് 0.25. ഇവിടെ 2 സീറോ കൊടുക്കാൻ കാര്യം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുള്ളത് കൊണ്ടാണ്. ഓക്കെ, 0 + 5 5, 0 + 2 2, 5 + 0 5. 5.25 സെന്റിമീറ്റർ നമുക്ക് റേഡിയസ് കിട്ടി. ഇത്രയും ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് അടുക്കാണ്. ഔട്ടർ കർവ്ഡ് സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത് ബൗളിന്റെ കേട്ടോ. ഔട്ടർ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ബൗൾ. നോക്കാം എന്താണ് ഇക്വേഷൻ, 2πr² ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22/7 ഇൻറ്റു ആർ. ഇപ്പൊ നമുക്ക് കിട്ടിയെന്താണ് 5.25 ഇൻറ്റു 5.25. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ പോയിന്റിന് മാറ്റിയിട്ട് ഈ 525ല് 7 എത്ര ടൈംസ് പോകും നോക്കാം. ഓക്കെ, 7 5ല് പോവില്ല, 52ല് എത്ര ടൈം പോകും? ഇവിടുത്തെ ഈ പോയിന്റ് ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ആൻസറിൽ ആ പോയിന്റ് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, 7 52ല് എത്ര ടൈംസ് പോകും? 7 ടൈംസ് അല്ലെ, 49 പോയി. ദെൻ ബാക്കി എത്ര വന്നു? 52 ആവാൻ 3. 35ല് എത്ര ടൈം പോകും? 7 5 ടൈംസിൽ പോകും. അപ്പൊ ഇവിടെ 5.25 ആയിരുന്നില്ലേ? അപ്പൊ 2 പൊസിഷൻ നീക്കിയിട്ടായിരുന്നു പോയിന്റ്. അപ്പൊ ഇവിടെ 2 പൊസിഷൻ നീക്കി കഴിഞ്ഞാലോ 1 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് വന്നു 0.75. ക്ലിയർ അല്ലേ? ഇനി എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 22 എന്ന് പറഞ്ഞാൽ 44 ആണ്, ഇൻറ്റു 0.75 ഇൻറ്റു 5.25. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം പോയിന്റുകളൊന്നും ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈനൽ ആൻസറിന് പോയിന്റ് കൊടുക്കാണ്. അപ്പൊ 525 ഇൻറ്റു 75. 5 × 5 25, then 2 × 5 10 plus 2 12, then 1. 5 × 5 25 plus 1 26. Then 7 × 5 35, then 3. 7 × 2 14 plus 3 17, then 1. 7 × 5 35, 35 plus 1 36. 5 plus 2 7, 6 plus 7 13, then 1. 6 plus 2 8 plus 1 9, then 3. ഈ മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഇനി ഒരു 45 മൾട്ടിപ്ലൈ ചെയ്യാൻ
44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. That is 5 into 4 20, then 2 4 into 7 28 plus 2 30, then 3 into 4 12 plus 3 15, then 1 9 into 4 36 plus 1 37, then 3 into 4 12 plus 3 15. ഇനി അതുപോലെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 0 0 5 7 5 1 ആഡ് ചെയ്യാം. 0 0 5 7 plus 5 12, then 1 13 1 7 for 1 73 2 5 0 0. ഇനി എത്ര പൊസിഷൻ നീക്കിയിട്ട് പോയിന്റ് കൊടുക്കണം? 1 2 3 4 4 പൊസിഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോയിന്റ് കൊടുക്കാം അല്ലെ. അപ്പൊ 1 2 3 4 വരുമ്പോ എത്ര വരും? 173.25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഫൈനൽ ആയിട്ട് ആൻസർ കിട്ടാം. അതായത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹെമിസ്ഫെറിക്കൽ ബൗൾ ആണ്. അത് എന്തുകൊണ്ടാണ്? സ്റ്റീൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തിക്നെസ് പറയുന്നത് 0.25 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്നർ റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഔട്ടർ സർഫസ് ഏരിയ എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ നോക്കിയാൽ തിക്നെസ് ഉള്ള ഒരു ഹെമിസ്ഫിയർ അതായത് ബൗളില് ഇന്നർ സർഫസ് ഏരിയ വേറെ ആയിരിക്കും, ഔട്ടർ സർഫസ് ഏരിയ വേറെ ആയിരിക്കും. കാരണം ഇന്നർ സർഫസ് ഏരിയ കഴിഞ്ഞിട്ട് അതായത് ഇന്നർ സെക്ഷൻ കഴിഞ്ഞിട്ട് തിക്നെസ്സും കൂടെ കൂടി ചേർത്തിട്ടല്ലേ ഔട്ടർ സർഫസ് ഏരിയ വരിക. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ രണ്ടും വ്യത്യാസമാണ്. അങ്ങനെ വരുമ്പോ നമ്മള് ഇന്നർ റേഡിയസ് 5 തന്നു. അങ്ങനെയെങ്കിൽ ഔട്ടർ റേഡിയസ് കണ്ടുപിടിക്കണം. ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് ഇന്നർ റേഡിയസ് പ്ലസ് ഈ തിക്നെസ്സും കൂടെ ആഡ് ചെയ്തതാണ് എന്ത്? ഔട്ടർ റേഡിയസ്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചു. Then outer curved surface area അല്ല curved surface area ആണ് കേട്ടോ. ഈ curved പോർഷനിലെ ഏരിയ ആണ് ചോദിക്കുന്നത്. അതാണ് curved surface area എന്ന് ചോദിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr² ആണ്. അതിൽ നമ്മൾ ഈ റേഡിയസിന്റെ വാല്യൂ പൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? 9th question. A right circular cylinder just encloses a sphere of radius r. Find surface area of the sphere. Second question, curved surface area of cylinder. And third one, ratio of the areas obtained in 1 and 2. That is sphere and cylinder. Question എന്താണ്? അതായത് ഒരു സിലിണ്ടർ പിക്ചറിലാണില്ലേ, ഒരു സിലിണ്ടറിനുള്ളിൽ കംപ്ലീറ്റ് കവർ ചെയ്ത രീതിയിൽ അതിന്റെ ഉള്ളിലായിട്ട് ആരുണ്ട്? ഒരു സ്ഫിയർ ഉണ്ട് അല്ലെ. A right circular cylinder just encloses a sphere of radius. ഈ സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണ്? r എന്നാണ് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? And first question എന്താ വെച്ചാൽ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. ഇതിൽ തന്നിരിക്കുന്ന സ്ഫിയറിന്റെ സർഫസ് ഏരിയ ആണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അതിൽ ആദ്യം തന്നെ നോക്കിയേ, ക്വസ്റ്റ്യൻ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ ആണ്. നമുക്ക് ആദ്യം എഴുതാം റേഡിയസ് ഓഫ് ദി സ്ഫിയർ. റേഡിയസ് ഓഫ് ദി സ്ഫിയർ അല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. റേഡിയസ് ഓഫ് ദി സ്ഫിയർ ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? r എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. എന്താണ് ഇക്വേഷൻ? സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്ഫിയറിന്റെ 4πr². 4πr². അല്ല റേഡിയസ് r തന്നെയല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ 4πr². ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സർഫസ് ഏരിയ ഓഫ് curved surface area of cylinder. ഓക്കെ, സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πrh. 2πrh ആണ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ അറിയാം? 2π അങ്ങനെ തന്നെ റേഡിയസ്
സിലിണ്ടറിന്റെ റേഡിയസ് ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തിന്റെ റേഡിയസ് ആണ് തന്നത്? സ്ഫിയറിന്റെ റേഡിയസ് ആണ് തന്നത്. ഇനി നമുക്ക് പിക്ചറിൽ നോക്കാം. നോക്കിയേ, സ്ഫിയറിന് r ആണ് റേഡിയസ് അല്ലേ? ഇവിടെ വരുമ്പോ നോക്കിയേ, ഇത് കറക്റ്റ് ടൈറ്റ് ആയിട്ട് എൻക്ലോസ് ചെയ്തിരിക്കുകയല്ലേ? അങ്ങനെയെങ്കിൽ ഈ സർക്കിളിന്റെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ സെന്റർ അല്ലേ? ഇങ്ങനെയല്ലേ വരിക സിലിണ്ടറിന്റെ റേഡിയസ്? അതും എന്ത് തന്നെയാണ്? r തന്നെ ആണ് അല്ലേ? അപ്പൊ റേഡിയസ് ഓഫ് സിലിണ്ടർ, റേഡിയസ് ഓഫ് ദി സിലിണ്ടർ ഈക്വൽ ടു r. റേഡിയസ് r ന്ന് കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ? അതായത് ഈ ഒരു സിലിണ്ടറിൽ എൻക്ലോസ് ചെയ്തിട്ടാണ് ഈ സ്ഫിയർ ഉള്ളത്. ഈ സ്ഫിയറിന്റെ അതേ പൊസിഷൻ ഇവിടെ തന്നെയാണ് എന്ത് വരുന്നത്? നമ്മുടെ സിലിണ്ടറിന്റെ റേഡിയസും വരുന്നത്. അപ്പൊ അതും എന്ത് തന്നെയാണ്? r ആണ്. ഇനി ഈ ഇക്വേഷൻ നോക്കിയേ, 2πrh. ഇനി ഇതിനൊരു ഹൈറ്റ് കിട്ടണം അല്ലെ? ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ, ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ, ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ. എങ്ങനെ ഹൈറ്റ് എന്ന് വരിക? ഹൈറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ ഏറ്റവും മോൾ ഭാഗമാണ് കേട്ടോ. ഈ അറ്റം ആണ് ഈ ഭാഗം പറയുന്നത്. ക്ലിയർ ആയോ? അതല്ലാതെ ഈ പോർഷൻ ഫസ്റ്റ് പിന്നെ സെക്കൻഡ് അങ്ങനെയല്ല. ഇതൊരൊറ്റ പരന്നിട്ടുള്ള പ്രതലമാണ്. ഈ പരന്നിട്ടുള്ള പ്രതലത്തിന്റെ ഇത് മുതലേ ഇതുവരെയുള്ളതായിരിക്കില്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്? ഇത്ര വരണതല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം ഇവിടെ മുതലേ ഇവിടെ വരെ എത്രയാണ്? r ആണ്. റേഡിയസ് r ആണ്. ഇനി തിരിച്ചും ഇത് മുതൽ ഈ അറ്റം വരെയും തന്നെയാണ് r ആണ്. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? r പ്ലസ് r അല്ലെ ഹൈറ്റ് വരുന്നത്? ക്ലിയർ ആയോ? അതായത് ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് ഈ ഒരു പോയിന്റ് വരെയുള്ളതാണ് നമുക്ക് ഹൈറ്റ് വരിക, സിലിണ്ടറിന്റെ ഹൈറ്റ് വരിക അല്ലെ? അങ്ങനെയെങ്കിൽ ഇതാ ഈ മിഡ് പോയിന്റ് തൊട്ടിട്ട് ഈ പോയിന്റ് വരെയുള്ള പാർട്ട് റേഡിയസ് തന്നെയല്ലേ? അതുപോലെ ഈ മിഡ് പോയിന്റും ഈ പോയിന്റ് വരെയും തന്നെയാണ് റേഡിയസ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് മുഴുവൻ ഈ രണ്ട് റേഡിയസും കൂടെ ചേർന്ന് കാണുന്നത് ഹൈറ്റ്. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് r പ്ലസ് r ഈക്വൽ ടു 2r. r പ്ലസ് r ഈക്വൽ ടു 2r. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇത് രണ്ടും ഇക്വേഷനിൽ കൊടുക്കാം. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2π ഇൻറ്റു r എന്ന് പറയുന്നത് r തന്നെ, h എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു 2r. ക്ലിയർ ആയോ? അപ്പൊ 2 ഇൻറ്റു 2 എന്താ? 4. then പൈ r ഇൻറ്റു r എന്താ? r സ്ക്വയർ. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്ന് കിട്ടി 4πr² എന്ന് കിട്ടി. സംശയമൊന്നുമില്ലല്ലോ? ഒന്നുകൂടെ പറയാം. സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാൻ ഇക്വേഷൻ ആണ് എന്ത്? 2πrh. നമ്മുടെ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അതായത് സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്ഫിയറിന്റെ റേഡിയസിന് ഈക്വൽ ആണ്. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് r തന്നെയാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ളതാണ് ഹൈറ്റ്. അപ്പൊ രണ്ട് r കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് രണ്ട് റേഡിയസ് കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കിട്ടും. r പ്ലസ് r 2r ഇക്വേഷനിൽ കൊടുക്കാം, കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമതുള്ളത് റേഷ്യോ ഓഫ് ദി റേഡിയസ് ഒബ്റ്റെയിൻഡ് ഇൻ 1 and 2. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ കണ്ടുപിടിച്ചു. രണ്ടാമത്തേല് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റേഷ്യോ എങ്ങനെ കാണാം? റേഷ്യോ ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ, സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ ഡിവൈഡഡ് ബൈ curved surface area of cylinder, curved surface area of cylinder. ഇങ്ങനെയല്ലേ നമ്മള് റേഷ്യോ കണ്ടുപിടിക്കുക അല്ലേ? അപ്പൊ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് എത്രയാണ്? 4πr² എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ കർവ്ഡ് സർഫസ് ഏരിയ എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? 4πr² എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ 4πr² കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 1/1 അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ എന്ത് എഴുതാം? 1:1. ക്ലിയർ അല്ലേ? റേഷ്യോ എങ്ങനെ കാണാം? സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ ഡിവൈഡഡ് ബൈ കർവ്ഡ് സർഫസ് ഏരിയ. നമുക്ക് രണ്ട് സെയിം ആയ കാരണം ഡിവൈഡ് ചെയ്ത് കളയുമ്പോൾ 1/1 കിട്ടും. അപ്പൊ റേഷ്യോ എത്രയാണ്? 1:1.
ഈ ഒരു വീഡിയോയോട് കൂടി സ്ഫിയറിന്റെ സെക്ഷനിലെ എല്ലാ എക്സസൈസും ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു പുതിയ സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന പ്രോബ്ലംസിൽ ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.